ഇന്ന് സോഷ്യൽ മീഡിയയിലെ വൈറൽ ദമ്പതിമാരാണ് ഗായിക അഞ്ജു ജോസഫും ഭർത്താവ് ആദിത്യ പരമേശ്വരനും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ വിവാഹിതരായത്. രജിസ്റ്റർ വിവാഹത്തിന് പിന്നാലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു ഇവർ. ഇതിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ എല്ലാത്തിലും മുൻപിലുണ്ടായിരുന്നത് നടി ഐശ്വര്യലക്ഷ്മിയാണ്. അഞ്ജുവിനും കൂട്ടുകാർക്കുമൊപ്പം ഡാൻസ് കളിക്കാനും ഫംഗ്ഷൻ ആഘോഷമാക്കാനും മാത്രമല്ല, രജിസ്റ്റർ വിവാഹം മുതൽ നവദമ്പതികൾക്കൊപ്പം ഇടവും വലവും തിരിഞ്ഞൽ ഐശ്വര്യലക്ഷ്മി ഉണ്ടായിരുന്നു. ഇതോടെയാണ് ആദിത്യന്റെ ബന്ധുവാണോ നടി എന്ന തരത്തിലേക്ക് സംശയം ഉയർന്നത്. തിരുവനന്തപുരംകാരിയായ ഐശ്വര്യലക്ഷ്മി എങ്ങനെയാണ് ഇവർക്കിടയിലേക്ക് എത്തിയത് എന്നത് ചർച്ചയായപ്പോൾ എല്ലാം പിന്നീട് പറയാമെന്നായിരുന്നു അഞ്ജു സസ്പെൻസ് ഇട്ട് ആരാധകരോട് പറഞ്ഞുപോയത്. എന്നാൽ ഇപ്പോഴിതാ കല്യാണത്തിന്റെ തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ തങ്ങളുടെ പ്രണയകഥയും ഐശ്വര്യലക്ഷ്മിയുമായുള്ള ബന്ധവുമെല്ലാം അഞ്ജു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ ബന്ധം വ്യക്തമാകണമെങ്കിൽ തങ്ങളുടെ പ്രണയകഥ കൂടി പറയണമെന്ന ഘട്ടത്തിലാണ് ഈ ബന്ധവും വെളിപ്പെട്ടത്. കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് അഞ്ജുവും ആദിത്യനും. കുടുംബങ്ങൾക്കും പരസ്പരം അറിയാം. എന്നാൽ വളർന്നപ്പോൾ സംഗീതം, പാട്ട്, വിവാഹം എന്നിങ്ങനെയൊക്കെയായി അഞ്ജു തിരക്കിലായപ്പോൾ സ്വാഭാവികമായ അകൽച്ചകൾ ഇരുവർക്കുമിടയിൽ വന്നിരുന്നു. വീണ്ടും ക്ലോസ് ആകുന്നത് കോവിഡിന് ശേഷമാണ്. അഞ്ജു റീലുകളിലും യൂട്യൂബിലുമെല്ലാം ഫേമസ് ആയ സമയത്ത് ആദിത്യയാണ് സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം സംസാരിച്ചതും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഇവന്റിന് അഞ്ജു വർക്കലയിൽ വരുന്നുവെന്നറിഞ്ഞ് കാണാനായി ആദിത്യയും വന്നിരുന്നു. അന്ന് 2 സുഹൃത്തുക്കളും ആദിത്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അഞ്ജുവിന്റെ കൂടെയും 2 സുഹൃത്തുക്കൾ. അതിൽ ഒരാളാണ് ഐശ്വര്യലക്ഷ്മി. ആ ബന്ധമാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. തുടർന്ന് ഇരുവർക്കുമിടയിൽ മൊട്ടിട്ട പ്രണയത്തിൽ ഹംസങ്ങളായി പ്രവർത്തിച്ചത് ഐശ്വര്യലക്ഷ്മിയും ആദിത്യന്റെ സുഹൃത്ത് ആഷിക്കുമാണ്. അഞ്ജുവിനും ആഷിഖിനെ നേരത്തെ അറിയാമായിരുന്നു. ഹംസം നമ്പർ 1 എന്ന ഐശ്വര്യയെയും നമ്പർ 2 എന്ന ആഷിഖിനെയും ഇവർ വിളിക്കുന്നു. പിന്നീട് ഹംസങ്ങളുടെ പ്രവർത്തനമാണ് അഞ്ജുവിന്റെയും ആദിത്യന്റെയും പ്രണയത്തിലേക്ക് എത്തിച്ചത്. ആദിത്യനും അഞ്ജുവിനും ഒട്ടേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു അഞ്ജുവിന്. ആദ്യം അഞ്ജു കുറച്ച് എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. കാരണം 2 പേരും ജോലി ചെയ്യുന്ന മേഖലകൾ തികച്ചും വ്യത്യസ്തമാണ്. ഫെയിം ഹാൻഡിൽ ചെയ്യാൻ ആദിത്യന് സാധിക്കുമോ എന്ന സംശയമായിരുന്നു അഞ്ജുവിന്. ഒരുപാട് ആലോചനകൾക്ക് ശേഷം 2ാം ഘട്ടത്തിൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കുമുണ്ടായിരുന്നു ഈ സംശയങ്ങൾ. സിംഗിൾ ആയിട്ടുള്ള ജീവിതമായിരിക്കും ഉണ്ടാവുക എന്ന് നനച്ചിരിക്കെയാണ് അഞ്ജുവിനെ വീണ്ടും കണ്ടുമുട്ടിയത്. വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന സമയം കൂടി ആയതിനാൽ വൈകാതെ തന്നെ വീട്ടിൽ പ്രണയം പറയുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.